ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു ന്യൂ വീഡിയോ. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. രേണുസുതിയാണ് നമ്മുടെ ടോപ്പിക്ക്. കാണുവാൻ താല്പര്യമുള്ളവർ മാത്രം കാണുക, അല്ലാത്തവർ ദയവ് ഇത് നമ്മുടെ ചാനലിനകത്ത് വേറെയും വീഡിയോസ് ഉണ്ട്, അതൊക്കെ ഒന്ന് പോയി കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആളുകളുണ്ടെങ്കിൽ സബ് ചെയ്യാനും മറക്കരുത്. സോ രേണുസുതിയുടേതായിട്ട് പുറത്തേക്ക് വന്ന ഒരു ആൽബമാണ് ഇപ്പോൾ വിവാദമായി മാറിയിരിക്കുന്നത്. കണ്ണേട്ടന്റെ സ്വന്തം ശ്രീകുട്ടി. ഈ ഒരു ആൽബത്തിന്റെ ഷൂട്ട് കഴിഞ്ഞിട്ട് കുറെ നാളുകളായി, പക്ഷെ ഓണം റിലീസായിട്ടാണ് ഇത് പുറത്തേക്ക് വന്നത്. ഈ ഒരു ആൽബം പുറത്തേക്ക് വരുന്നതിന് തൊട്ട് മുന്നോടിയായിട്ട് അവരൊരു പോസ്റ്റർ റിലീസ് ചെയ്തു. ആ ഒരു പോസ്റ്ററാണ് വിവാദങ്ങൾക്ക് തുടക്കം കുറിച്ചത്. ആ ഒരു പോസ്റ്ററിനകത്ത് ഈ ഒരു ആൽബത്തിന്റെ ഡയറക്ടറായിട്ടുള്ള അൻഷാദ് പാല എന്ന് പറയുന്ന വ്യക്തിയും രേണുസുതിയും അർദ്ധനഗ്നരായിട്ട് ഒരു ബാത്ത് ടവൽ കൊടുത്തു നിൽക്കുന്ന ചിത്രമാണ് ആ ഒരു പോസ്റ്ററായിട്ട് ഇറക്കിയിരിക്കുന്നത്. സോ ഈ ഒരു പോസ്റ്റർ വിവാദമായതിന് തൊട്ട് പിന്നാലെ രേണുസുതി അതിനൊരു എക്സ്പ്ലനേഷനുമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഇത് രേണുസുതിയുടെ അറിവോ സമ്മതവും ഇല്ലാതെ അവർ AI യൂസ് ചെയ്ത് ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന പിക്ചറാണ്. അതേപോലെ തന്നെ ഈ ഒരു ആൽബത്തിനകത്ത് ഇത്തരത്തിലുള്ള ഒരു കണ്ടന്റും ഇല്ല. തന്റെ അപേക്ഷ പ്രകാരം അവർ ആ ഒരു പോസ്റ്റർ പിൻവലിച്ച് ആരും ഇതൊരു വിവാദമാക്കരുതെന്നാണ് രേണുസുതി പറഞ്ഞത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഒരു കാര്യം രേണുസുതിയാണ് മനസ്സിലാക്കേണ്ടത്. നിങ്ങളെ ഇതിനു മുൻപും പല ആളുകളും ഇത്തരത്തിൽ ചൂഷണം ചെയ്തിട്ടുണ്ടായിരുന്നു. അൻഷാദ് പാല മാത്രമല്ല ഇത്തരത്തിലുള്ള തോന്നിയവാസങ്ങൾ കാണിച്ചിട്ടുണ്ട്. പല ആളുകളും ഇതിനു മുൻപും നിങ്ങളെ യൂസ് ചെയ്തുകൊണ്ട് ഇത്തരത്തിലുള്ള കണ്ടന്റുകൾ ക്രിയേറ്റ് ചെയ്ത് സോഷ്യൽ മീഡിയയിൽ സ്പ്രെഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ആർ ജെ ലച്ചുവിന്റെ ഒരു ആൽബം മുൻപ് വിവാദമായിട്ടുണ്ടായിരുന്നു. അതിന് കാരണം മറ്റൊന്നുമല്ല, ആ ഒരു ആൽബത്തിനകത്ത് യാതൊരു തരത്തിലുള്ള ബെഡ്റൂം സീൻസ് പോലും ഇല്ലായിരുന്നു. പക്ഷേ ആ ഒരു ആൽബം വിവാദമാക്കണമെന്ന ലക്ഷ്യത്തോടു കൂടി തന്നെ മനഃപൂർവ്വം നിങ്ങളുടേതും ദാസേട്ടൻ കോഴിക്കോടിന്റെയും കൂടിയുള്ള ഒരു ബെഡ്റൂം സീൻ ചിത്രീകരിച്ച് അത് ലീക്ക് ഔട്ട് ചെയ്തു. അതിന്റെ അടിസ്ഥാനത്തിൽ അന്ന് ആ ആൽബം ഭയങ്കര വിവാദമായി, അതേപോലെ തന്നെ ഹിറ്റുമായി. അത്തരത്തിൽ തന്നെ അൻഷാദ് പാലായി നിങ്ങളുടെ ഈ ഒരു അവസ്ഥയെ മുതലെടുത്തുകൊണ്ട് ഇത്തരത്തിലൊരു AI ചിത്രം യൂസ് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. അതിന് പ്രത്യേകിച്ച് അത്ഭുതപ്പെടേണ്ട കാര്യമൊന്നുമില്ല. അതിനുള്ള അവസരം ഒരുക്കി കൊടുത്തത് നിങ്ങൾ തന്നെയാണ്, പറയാതിരിക്കാൻ പറ്റില്ല. എന്തായാലും രേണുസുതിയുടെ ലേറ്റസ്റ്റ് ഇന്റർവ്യൂ നമുക്കൊന്ന് കുറച്ച് കണ്ടു നോക്കാം. 2 ഇന്റർവ്യൂസ് ഉണ്ട്. ആ 2 ഇന്റർവ്യൂസിന്റെ കുറച്ച് ഭാഗങ്ങൾ ഒന്ന് റിയാക്ട് ചെയ്യാം. ആണ് രേണുസുതി പോകുന്നത്, അങ്ങനെയാണ് പൈസ ഉണ്ടാക്കുന്നത്. എനിക്ക് രേണുസുതി തോന്നുന്നു അല്ലല്ലോ സബ്സ്ക്രിപ്ഷൻ ആദ്യം തുടങ്ങിയത്. രേണുസുതി മാത്രമേ ഉള്ളൂ സബ്സ്ക്രിപ്ഷൻ തുടങ്ങി. എനിക്ക് തോന്നുന്നു ഞാൻ സബ്സ്ക്രിപ്ഷൻ തുടങ്ങിയപ്പോഴാണ് സബ്സ്ക്രിപ്ഷൻ എന്താന്നുള്ളൊരു സംഭവം ഇങ്ങനെ പിന്നെ ഒരു ആദ്യം ഒരു ഇച്ചിരി ആൾക്കാർക്ക് അറിയുന്നുണ്ടായിരുന്നു. കുറച്ചുകൂടി സബ്സ്ക്രിപ്ഷൻ എന്താണെന്ന് ഇങ്ങനെ പറയാൻ തുടങ്ങി. കാരണം എന്റെ സബ്സ്ക്രിപ്ഷൻ ആരും ചെയ്യേണ്ട കാര്യമില്ലായിരുന്നു, എല്ലാം പുറത്തായിരുന്നു. സ്ക്രീൻഷോട്ട് എടുക്കുക, അത് പുറത്ത് വിടുക. ബ്ലോഗർമാർ അവർക്കത് വലിയ സംഭവമല്ലേ. രേണുസുതിയുടെ വീഡിയോ ലീക്കായി എന്നൊക്കെ പറഞ്ഞായിരുന്നു വന്നത്. ഒരു ലിപ്പിന്റെ ഒരു വീഡിയോ ഉണ്ടായിരുന്നു. അത് ഒരുപാട് പേര് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. കണ്ടോ രേണുസുതി കാണിക്കുന്നത് കണ്ടോ എന്നുള്ള രീതിയിലൊക്കെ. ഇതെപ്പോഴെങ്കിലും ചേച്ചിക്ക് വിനയായിട്ട് വരും എന്നുള്ളത് ചേച്ചി എപ്പോഴെങ്കിലും ഞാൻ പറയട്ടെ, ഇത് തുടങ്ങിയപ്പോ തന്നെ എനിക്കറിയാലോ, ഇത് സബ്സ്ക്രിപ്ഷൻ തുടങ്ങിയപ്പോ തന്നെ എനിക്കറിയാലോ ഇങ്ങനൊക്കെ തന്നെ വരുമെന്ന്. അടിവസ്ത്രം ഇട്ടോണ്ട് മീൻ വെട്ടുന്നവർക്ക് ലൈക്ക്. ഞാൻ അവരെയും കുറ്റപ്പെടുത്തല്ല, അവരുടെ ഇഷ്ടമായിക്കോട്ടെ. അവര് തുണി ഉടുക്കാതെ മീൻ വെട്ടുന്നു കണ്ടിട്ടുണ്ടോ? അങ്ങനെയല്ല, നമ്മൾ സ്ക്രോൾ ചെയ്യുമ്പോൾ നമുക്കറിയാം. അടിവസ്ത്രം ഇട്ട് മീൻ വെട്ടുന്നവർക്ക് ചേച്ചി അക്ക ഉയിര്, അല്ലെങ്കിൽ ചേച്ചി മറ്റേത് മറിച്ചത്, അവർക്ക് ലൈക്കും ലവും. ഈ അടിവസ്ത്രം ഇട്ടുകൊണ്ട് മീൻ വെട്ടുന്ന ആളുകൾ, ആ ഒരു റീല് ഞാനും പലപ്പോഴും കണ്ടിട്ടുണ്ട്. അതല്ല ഞങ്ങൾ തന്നെ എടുത്തു വെച്ചിട്ടുമുണ്ട്. പക്ഷെ ആ ഒരു സബ്ജക്റ്റ് ഒക്കെ നമ്മൾ എടുത്തുകൊണ്ടെന്ന് യൂട്യൂബിൽ റിയാക്ഷൻ വീഡിയോ ചെയ്യാത്തതിന് മറ്റൊരു കാര്യമുണ്ട്. ഞങ്ങൾ ഇത്തരത്തിലുള്ള കണ്ടന്റുകൾ എടുത്തുകൊണ്ട് വരുമ്പോഴത്തേക്ക് ചില അമ്മമാരൊക്കെ നമ്മളെ പേഴ്സണലി കോൺടാക്ട് ചെയ്തിട്ട് പറയും, മക്കളെ അതൊന്നും ഇവിടെ കൂട്ടിയിടണ്ട, കാരണം അവളുമാർ എത്ര പറഞ്ഞാലും നന്നാവില്ല. പക്ഷേ ആ ഒരു സബ്ജക്റ്റ് എടുത്തു വെച്ച് ചെയ്യേണ്ട സിറ്റുവേഷൻ ഇപ്പോൾ അടുത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം അത് അത്രത്തോളം എക്സ്ട്രീം വൾഗാരിറ്റിയിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു ടോപ്പിക്ക് ഈ അടുത്ത് തന്നെ ഞങ്ങളിൽ പല ആളുകളും എടുത്തു വെച്ച് ചെയ്യും. ഈ പറയുന്ന മീൻ വെട്ടുന്നവർ മാത്രമല്ല, അല്ലാത്ത ആളുകളും ഉണ്ട്. അതെല്ലാം എടുത്തു വെച്ച് അധികം താമസിയാതെ ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ അധികം കണ്ടന്റുകളുണ്ട്. പിന്നെ പലപ്പോഴും ഇത്തരത്തിലുള്ള കണ്ടന്റുകൾ എടുക്കാത്തതിന്റെ കാര്യം, സബ്സ്ക്രിപ്ഷൻ എന്ന പേരിൽ നിങ്ങൾ കാണിച്ചതിനേക്കാളും കൂടുതൽ വൾഗാരിറ്റിയാണ് അവരിൽ പല ആളുകളും ചെയ്തു വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതൊക്കെ എടുത്തുകൊണ്ട് നമ്മൾ യൂട്യൂബിൽ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ യൂട്യൂബിൽ ടെർമിനേറ്റ് ചെയ്ത് കളയും. അത്രത്തോളം വൾഗാരിറ്റി ഉള്ള വീഡിയോസും ഫോട്ടോസും ആണ് അവിടെ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ ഒന്നുമില്ല, അങ്ങനെയുള്ള ഐറ്റംസ് വരെ ഉണ്ട്. പിന്നെ നിങ്ങൾ പറഞ്ഞാൽ സ്വന്തം അടിവസ്ത്രത്തിൽ മാത്രം നിൽക്കുന്ന ഫോട്ടോസും വീഡിയോസും ഉൾപ്പെടെ പോസ്റ്റ് ചെയ്ത ആളുകളുണ്ട്. അങ്ങനെയുള്ള കുറേ അധികം ആളുകളുണ്ട്. പക്ഷെ ആ ഒരു
സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്ന സാധനം വിവാദമായത് നിങ്ങൾ ചെയ്തപ്പോഴാണ്. കാരണം മറ്റൊന്നുമില്ല, നിങ്ങളെ അത്യാവശ്യം ആളുകൾ ഫോളോ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുമായി ബന്ധപ്പെട്ട ഏതൊരു വിവാദവും നമ്മുടെ സോഷ്യൽ മീഡിയയിൽ പെട്ടെന്ന് സ്പ്രെഡ് ആവും. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ സബ്സ്ക്രിപ്ഷൻ വീഡിയോസ് ലീക്ക് ഔട്ട് ചെയ്ത് പുറത്തേക്ക് വന്നപ്പോഴാണ് മലയാളികളിൽ ഭൂരിഭാഗം ആളുകൾ സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്ന പരിപാടി ഉണ്ട്, അതിനകത്തൂടെ ഇങ്ങനെയുള്ള കണ്ടന്റുകളാണ് ആളുകൾ പ്രൊവൈഡ് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കിയത്. സോ അതിനകത്ത് ഈ പറയുന്ന ആളുകളെ ഒന്നും തന്നെ തെറ്റ് പറഞ്ഞിട്ട് കാര്യമില്ല. എന്തായാലും നമുക്ക് ബാക്കി കൂടി ഒന്ന് കാണാം. സ്റ്റാർട്ട് ചെയ്ത സമയത്ത് എതിർപ്പുണ്ടായിരുന്നോ ചേച്ചി എന്ന സ്ഥാനത്ത് നിന്നുകൊണ്ട്? ഇത് എനിക്ക് ഈ പറയുന്ന പോലെ ഇതൊന്നുമായിട്ട് ഒരു ബന്ധവും ഇല്ലാത്ത ആളാ. അത് ഇത് എന്നാന്ന് പോലും എനിക്ക് അറിയത്തില്ല. അപ്പൊ അതെനിക്ക് അറിയത്തുമില്ല. എന്റെ ഫോണിൽ അതൊന്നും ഞാൻ എടുത്തിട്ട് പോകുന്നില്ല. അപ്പൊ ഇവളോട് ഞാൻ ഇത് എന്നെ നടിയെന്ന് ചോദിക്കുമ്പോ എന്നോട് റീൽ എടുക്കുന്നതാന്നൊക്കെയാ പറയാ. പറ്റിപ്പായിരുന്നു. പിന്നെ സത്യം അറിഞ്ഞപ്പോ എന്തായിരുന്നു റിയാക്ഷൻ? ഞാനൊന്നും പറയാൻ പോയില്ല. അത് എനിക്ക് അന്നേരവും മനസ്സിലായിട്ടില്ല. പക്ഷെ ഇപ്പൊ എല്ലാരും പറയാം അവള് സബ്സ്ക്രിപ്ഷൻ തുടങ്ങി അങ്ങനെ അതിന്റെ അവൾ അതിന്റെ അവൾ അനുഭവിക്കുന്നത് മറ്റേന്ന് വെച്ചാൽ അതെല്ലാം പറഞ്ഞത്. പക്ഷെ ഇപ്പൊ ഞാൻ നമ്മൾ ഈ മെഡിസിന്റെ കാര്യത്തിന് ട്രീറ്റ്മെന്റ് ആയിട്ട് ഓടുന്ന ഓരോ ഓട്ടോ അവസ്ഥകൾ അതിൽ ഞാൻ ഓർക്കുന്നുണ്ട്. അതുകൊണ്ടും കൂടെയാണ് ഇപ്പൊ അവിടെ ട്രീറ്റ്മെന്റ് നടക്കാൻ നമുക്ക് ധൈര്യമായിട്ട് ശരി ഞങ്ങളെ കൊണ്ട് ആ മെഡിസിൻ മേടിക്കാൻ പറ്റുമെന്ന് നമുക്ക് ഒരു ഉറപ്പ് കൊടുക്കാൻ പറ്റുന്നത് അതുകൊണ്ടാണ്. സോ രേണുസുധിയുടെ ചേച്ചി പറഞ്ഞത് രേണുസുധിയുടെ ചേച്ചിക്കൊന്നും ഈ സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്നത് എന്താണെന്ന് അറിയില്ലായിരുന്നു എന്നാണ്. സത്യം പറഞ്ഞ സബ്സ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞത് ഈ ഓൺലൈനിൽ തുണി ഉരിയായിട്ടുള്ള ലൈസൻസ് അല്ല. നമുക്കൊരു 10,000 സബ്സ്ക്രൈബേഴ്സ് അല്ലെങ്കിൽ ഫോളോവേഴ്സ് നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഫീഡിലായി കഴിയുമ്പോഴത്തേക്ക് ഇൻസ്റ്റാഗ്രാം നമുക്ക് തരുന്ന ഒരു ഓപ്ഷനാണ് ഈ പറഞ്ഞ സബ്സ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞത്. അതിലൂടെ നമുക്ക് ഇഷ്ടപ്പെട്ട കണ്ടന്റുകൾ പ്രൊവൈഡ് ചെയ്യാം. അതായത് ഒരു കവിത ആയിക്കോട്ടെ, ഒരു ചിത്രം ആയിക്കോട്ടെ, നമ്മളെടുത്തൊരു ഫോട്ടോ ആയിക്കോട്ടെ, നമ്മുടെ വീട്ടിലെ എന്തെങ്കിലും ചെറിയൊരു ഫംഗ്ഷൻ ആയിക്കോട്ടെ, അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് പ്രൊവൈഡ് ചെയ്യാം. അതിന് വേണ്ടിയിട്ടാണ് ഈ സബ്സ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞ സംഭവം തന്നിരിക്കുന്നത്. അല്ലെങ്കിൽ ഞാനിപ്പോൾ ചെയ്യുന്ന റിയാക്ഷൻ വീഡിയോ, ഈ റിയാക്ഷൻ വീഡിയോക്കിടയിൽ എനിക്ക് പലപ്പോഴും തെറ്റ് വരും. ആ തെറ്റ് വരുന്ന ടൈമിൽ ഞാൻ ചിലപ്പോൾ തെറി പറഞ്ഞെന്നിരിക്കും. അങ്ങനെ തെറി പറയുന്ന സാധനങ്ങളൊക്കെ നമുക്കൊരു ബ്ലൂപ്പറായിട്ട് വേണമെങ്കിൽ നമ്മുടെ സബ്സ്ക്രിപ്ഷൻ ഫീഡിനകത്ത് അപ്ലോഡ് ചെയ്യാം. ഇഷ്ടമുള്ള ആളുകൾക്ക് അത് വന്നിട്ട് കാണാം. അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു സംഭവം തന്നിരിക്കുന്നത്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി നമ്മുടെ ഇന്ത്യയിൽ അത് യൂട്ടിലൈസ് ചെയ്യുന്നത് മറ്റു പല ആവശ്യങ്ങൾക്കുമാണ്. അങ്ങനെ ഉപയോഗിച്ച് ധാരാളം ആളുകളുണ്ട്. അവരുടെ എല്ലാം തന്നെ ഇൻസ്റ്റാഗ്രാം പേജെല്ലാം അടിച്ച് കളഞ്ഞിട്ടുമുണ്ട്. പക്ഷെ എന്നിട്ടും ഇപ്പോഴും നിർബാധം അത് തുടരുന്നുമുണ്ട്. സോ ഇതിനൊക്കെ ഒരു അറുതി വേണം. ഇപ്പോൾ തമിഴ്നാട്ടിലാണെങ്കിൽ ധാരാളം ഇൻസ്റ്റാഗ്രാമിൽ ഇത്തരത്തിലുള്ള സബ്സ്ക്രിപ്ഷൻ നടത്തുന്ന സ്ത്രീകൾക്കെതിരെ കോടതി വഴി നിയമ നടപടി ആരംഭിച്ചിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട വാർത്തയെല്ലാം ഞാൻ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടായിരുന്നു. ഒരു പ്രമുഖ സിനിമാ താരത്തിനെതിരെ വരെ കേസ് പോയിട്ടുണ്ട്. അവരെല്ലാം ഇൻസ്റ്റാഗ്രാം പേജ് ഉടൻ തന്നെ റിമൂവ് ചെയ്യപ്പെടും എന്നാണ് അറിയാൻ സാധിച്ചത്. അത് അവിടെയുള്ള അഡ്വക്കേറ്റുമാരാണ് രംഗത്ത് വന്നത്. അവർ നല്ല രീതിക്ക് അത് കേസുമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. പക്ഷെ നമ്മുടെ ഇവിടെയൊക്കെ ഉള്ള ആളുകളൊന്നും ചെയ്യുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പിന്നെ ഞങ്ങളെപ്പോലുള്ള കുറെ അധികം ആളുകൾ അലമുറയിടും. പക്ഷെ അത് കാണാണ്ട് നാട്ടുകാർക്ക് ഒട്ടും താല്പര്യമില്ല. അതാണ് യാഥാർത്ഥ്യം. കള്ളബില്ല് കാണിച്ചിട്ട് പറ്റിച്ചു എന്ന് പറഞ്ഞിട്ട് ചേച്ചിയുടെ ഒരു ഫോട്ടോ ഒക്കെ വെച്ചിട്ട് ഒരു വീഡിയോ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ തംബ്നെയിലും ഒക്കെ ഇങ്ങനെ ഭയങ്കരമായിട്ട് സ്പ്രെഡ് ചെയ്ത് പോകുന്നുണ്ടായിരുന്നു. എല്ലാരും തംബ്നെയിൽ കണ്ടിട്ടാ നോക്കുന്നത്. അപ്പൊ എനിക്ക് ഈ ആങ്കറിനോട് പറയാനുള്ളത്, നിങ്ങൾ ഈ തംബ്ലൈൻ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇന്റർവ്യൂവിനകത്ത് പ്രത്യേകിച്ച് ചോദിക്കേണ്ട കാര്യമില്ല. ഇനിയിപ്പോൾ നിങ്ങൾ ഈ തംബ്ലൈനെ കുറിച്ച് മാത്രം ഒരു ഇന്റർവ്യൂ വെക്കുന്നതായിരിക്കും നല്ലത്. കാരണം ഈ തംബ്ലൈൻ എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു ഇന്റർവ്യൂവിനകത്ത് കേട്ട് ഞങ്ങൾ മടുത്തു. അതിന് പകരം രേണുസുധിക്ക് തന്നെ കുറിച്ച് വന്ന യൂട്യൂബ് വീഡിയോയുടെ തംബ്ലൈനുകളെ കുറിച്ച് പറയാനുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സെഗ്മെന്റ് നിങ്ങൾ അങ്ങ് സ്റ്റാർട്ട് ചെയ്യുക, അതൊരു വീഡിയോ അപ്ലോഡ് ചെയ്യുക. അതാകുമ്പോൾ ഞങ്ങൾക്ക് ഇത്രത്തോളം ബുദ്ധിമുട്ടില്ല. ഇതിനകത്ത് എന്തോ ഉണ്ട് എന്നുള്ള രീതിയിലാണ് ആളുകൾ പറയുന്നത്. ആ ഒരു വിഷയം ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടായിരുന്നു? ശ്രദ്ധയിലൊക്കെ പെട്ടിരിക്കുന്നവർ ശ്രദ്ധയിൽപ്പെട്ടിട്ട് എന്നാ കാര്യം, എല്ലാം പെട്ട്. നമ്മളത് ട്രിവാൻഡ്രത്ത് എന്നാ മേടിക്കുന്നത് ആ മെഡിസിൻ. ഞാൻ പറഞ്ഞില്ല ആന്റിബോഡി, ആ 2 ലക്ഷം രൂപയുടെ സാധനം. അതാ ഞാൻ പറഞ്ഞത്. അതിന് വരെ ഈ രേണുസുധി ചെയ്താലേ ഉള്ളു പ്രശ്നം. അതാ ഞാൻ പറഞ്ഞത്. അത് അവിടെ ചെന്ന് അന്വേഷിച്ചവര്, ഈ പറഞ്ഞവര്, ഈ വ്ളോഗർമാര് ആ ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിൽ ചെന്ന് ഫാർമസി ചെന്ന് അവർ അന്വേഷിച്ചു. അപ്പോഴാണ് സത്യം ബോധ്യപ്പെട്ടത്. സോ നിങ്ങളുടെ ഈ മരുന്നുമായി ബന്ധപ്പെട്ട വിവാദം, നിങ്ങളുടെ മരുന്നിന് 2,56,000 രൂപ വിലയുണ്ടെന്ന് നിങ്ങൾ പറഞ്ഞിട്ടും ആരും വിശ്വസിച്ചില്ല. അതിന് കാരണം നിങ്ങൾ തന്നെയാണ്, മറ്റൊന്നുമല്ല. നിങ്ങൾക്ക് ക്യാൻസർ ആണ് എന്ന് പറഞ്ഞ വാർത്ത പുറത്തേക്ക് വന്നപ്പോൾ നിങ്ങൾ വന്ന് അത് നിഷേധിച്ചു. നിങ്ങൾക്ക് ക്യാൻസർ ഇല്ല, അങ്ങനെ ഒരു അസുഖം ഉണ്ടെങ്കിൽ ഞാൻ തന്നെ വന്ന് പറയുമെന്ന് നിങ്ങൾ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ബ്ലോഗേഴ്സിനെ വെല്ലുവിളിച്ചുകൊണ്ട് സ്റ്റേറ്റ്മെന്റ് നടത്തി. അതിന് തൊട്ട് പിന്നാലെ നിങ്ങൾ നിങ്ങളുടെ സബ്സ്ക്രിപ്ഷൻ ഫീഡിനകത്ത് മാസ്റ്റർ മൈൻഡ് മനു എന്ന് പറഞ്ഞ ചാനലിലെ മനുവിനെ ചീത്ത വിളിച്ചു. നിങ്ങളുടെ സബ്സ്ക്രിപ്ഷൻ ലൈവുകൾ ലീക്ക് ഔട്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു വീഡിയോ ഞങ്ങളുടെ കയ്യിലെല്ലാം കിട്ടിയതാണ്. പക്ഷേ ആ ഒരു വീഡിയോ കിട്ടിയതിന് തൊട്ട് പിന്നാലെയാണ് നിങ്ങളുടെ ഒരു ഇന്റർവ്യൂ പുറത്തേക്ക് വരുന്നത്. ആ ഒരു ഇന്റർവ്യൂവിനകത്ത് നിങ്ങൾ പറയുന്നത് നിങ്ങൾക്ക് ക്യാൻസർ ആണ്,
നിങ്ങൾ ട്രീറ്റ്മെന്റ് ആരംഭിക്കാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആ ഒരു ഇന്റർവ്യൂ പുറത്തേക്ക് വരുന്നത്. ആ ഇന്റർവ്യൂ വന്നത് ജൂൺ 12-ാം തീയതി. ജൂൺ 5-ാം തീയതി ഞാൻ അറിഞ്ഞിരുന്നു നിങ്ങൾക്ക് ക്യാൻസർ 3rd സ്റ്റേജിലാണ്, നിങ്ങളുടെ ബ്രസ്റ്റ് റിമൂവ് ചെയ്യേണ്ടി വരുമെന്ന്. അതുകൊണ്ട് തന്നെ ഈ ഒരു ടോപ്പിക്ക് പല റിയാക്ഷൻ ബ്ലോഗേഴ്സ് ഒഴിവാക്കിയതാണ്. പക്ഷേ നിങ്ങൾ തന്നെ വന്ന് നിന്ന് വെല്ലുവിളിച്ചു. ഇപ്പോഴും അത് തന്നെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങളെന്ന് പറയുന്ന സബ്ജക്റ്റ് പല റിയാക്ഷൻ ബ്ലോഗേഴ്സും ഒഴിവാക്കി പോയ സാഹചര്യത്തിൽ നിങ്ങൾ വന്ന് പല ആളുകളെ ചീത്ത വിളിക്കുന്നതിന്റെ അടിസ്ഥാനത്തിലാണ് രേണു എന്ന് പറയുന്ന കണ്ടന്റ് വീണ്ടും നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് ആയത്. സോ ഈ ഒരു വിഷയത്തിനകത്ത് എനിക്ക് അധികം ഒന്നും പറയാനില്ല. നിങ്ങൾ തന്നെയാണ് പലപ്പോഴും നിങ്ങളെ വീഴ്ത്താനുള്ള കുഴി കുഴിച്ചുകൊണ്ടിരുന്നത്. അത് നല്ല രീതിക്ക് ആളുകൾ യൂട്ടിലൈസ് ചെയ്തു. ഇപ്പൊ വന്നിരിക്കുന്ന ഈ അൻഷാദ് പാലായുമായി ബന്ധപ്പെട്ട വിവാദം പോലും നിങ്ങൾ തന്നെയാണ് ഇതിനു മുൻപും പല ആളുകൾക്കും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള പ്രചോദനമായി നിന്നത്. അത് റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആളുകൾക്കായിക്കോട്ടെ, നിങ്ങളെ യൂസ് ചെയ്തുകൊണ്ട് ആൽബംസും ഷോർട്ട് ഫിലിംസും എടുക്കുന്ന ആളുകളായിക്കോട്ടെ, അവർക്കെല്ലാവർക്കും വേണ്ടി നിങ്ങളുടെ നെഗറ്റീവ് കണ്ടന്റ് ആയിരുന്നു. അത് ധാരാളം നിങ്ങൾ പ്രൊവൈഡ് ചെയ്തു. പക്ഷെ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ നിങ്ങൾ അത് പ്രൊവൈഡ് ചെയ്തതിൽ പോലും അത്തരത്തിലുള്ള കണ്ടന്റുകൾ ക്രിയേറ്റ് ചെയ്യാണ്ട് ആളുകൾ മടിക്കില്ല. കാരണം നിങ്ങളെക്കുറിച്ചുള്ള നെഗറ്റിവിറ്റിയാണ് ആളുകൾക്ക് വേണ്ടത്. ഒരു പോസിറ്റീവും ആർക്കും വേണ്ട. അതാണ് യാഥാർത്ഥ്യം. സോ ഗൈസ്, ഇത്രയുള്ള നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ് ചെയ്യാനും മറക്കരുത്.